ഇതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വറഔൽ അദാബ്, ആ ശിക്ഷയെ അവർ കാണുകയും ചെയ്താൽ. അപ്പോൾ വാവുൽ അത്ഫാണ്. വറഔ എന്നുള്ളിടത്ത് തുടക്കത്തിലുള്ള വാവ്. വറഔൽ അദാബ്, ആ ശിക്ഷയെ അവർ കാണുകയും ചെയ്താൽ, ആ വിഷയവും ഓർക്കുക, ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. ഇവിടെ വറഔൽ അദാബ് എന്നതിൽ വാവ്, തുടക്കത്തിലുള്ള വാവ് വാവുൽ ഹാൽ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അർത്ഥം ആ ശിക്ഷയെ അവർ കാണുന്ന അവസരത്തിൽ, അവസ്ഥയിൽ എന്നാണ്. ശിക്ഷയെ അവർ കാണുന്ന അവസ്ഥയിലാണ് ഈ തള്ളിപ്പറച്ചിൽ, ഈ ഒഴിഞ്ഞുമാറ്റം എന്നാണ് അപ്പോൾ ഉദ്ദേശം. അൽ അദാബ്, ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരുക്കപ്പെട്ട ശിക്ഷയാണ്. അനുയായികൾക്ക് ശിക്ഷയുണ്ട്, നേതാക്കന്മാർക്കും ശിക്ഷയുണ്ട്. ഓരോരുത്തർക്കും തങ്ങൾ അർഹിക്കുന്ന ശിക്ഷ അതൊരുക്കപ്പെട്ടത് അവർ കാണും എന്നുള്ളതാണ്. വറഔ എന്ന് പറഞ്ഞാൽ അവർ കാണും എന്നാണ്. ആരാണ് അവർ? അവർ എന്നതിൽ ബമീർ വ്യംഗ്യമാണ്. ആ വ്യംഗ്യമായ സർവനാമം രണ്ടു കൂട്ടരിലേക്കുമാണ് മടങ്ങുന്നത്. അല്ലദീന തുബിഉ, അല്ലദീന തബഉ, പിന്തുടരപ്പെട്ട നേതാക്കന്മാർ, പിന്തുടർന്ന അനുയായികൾ. ഇരു കൂട്ടരും തങ്ങൾക്കുള്ളതായ ശിക്ഷയെ കൺമുമ്പിൽ കാണുകയും ചെയ്യും. അല്ലെങ്കിൽ കാണുന്ന അവസ്ഥയിൽ നേതാക്കന്മാർ അനുയായികളിൽ നിന്ന് ഒഴിയും, അകലും, അകറ്റും എന്നൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. പരലോക കോടതിയിൽ ശിക്ഷയിൽ ചെന്ന് വീഴുന്നതിന് മുമ്പ് വീഴാനിരിക്കുന്ന ശിക്ഷയെ കാണുക എന്നുള്ളതുണ്ട്. വഖീല ദുഉ ശുറകാഅകും ഫദഉഹും ഫലം യസ്തജീബു ലഹും വറഔൽ അദാബ ലൗ അന്നഹും കാനൂ യഹ്തദൂൻ. സൂറത്ത് ഖസസിലെ 64-ാം വചനം. നിങ്ങളുടെ പങ്കാളികളെ വിളിക്കൂ എന്ന് പറയപ്പെടും. പങ്കുചേർത്തവർ പങ്കാളികളെ വിളിക്കും. ഫദഉഹും, പക്ഷെ ഫലം യസ്തജീബു ലഹും, പങ്കാളികൾ പങ്കുചേർത്തവർക്ക് ഉത്തരമേകുകയേ ഇല്ല. വറഔൽ അദാബ്, അവർ ശിക്ഷ കാണുന്ന അവസ്ഥയിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു, വറഅൽ മുജ്രിമൂന അന്നാറ ഫദന്നു അന്നഹും മുവാഖിഊഹ വലം യജിദു അൻഹാ മസ്രിഫ. വറഅൽ മുജ്രിമൂന അന്നാർ, കുറ്റവാളികൾ നരകത്തീനെ കാണും. ഫദന്നു, അതോടെ അവർ ഉറപ്പിക്കും. അന്നഹും മുവാഖിഊഹ, ആ നരകത്തിയിൽ തങ്ങൾ പതിക്കുകയാണ് എന്ന്. വിചാരണയുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു തിരുമൊഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സുമ്മ യുഅ്താ ബി ജഹന്നം തുഅറദു കഅന്നഹാ സറാബ്, പിന്നീട് ജഹന്നം, നരകം കൊണ്ടുവരപ്പെടും, അത് പ്രദർശിപ്പിക്കപ്പെടും ഒരു മരീചിക എന്ന പോലെ. അതിനെ തുടർന്നാണ് ഫയുനാദി മുനാദിം ഫയഖൂൽ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുക, എന്ത്? ലിതത്തബിഉ കുല്ലു ഉമ്മത്തിൻ മാ കാനത് തഅബുദു, ഓരോ സമുദായവും തങ്ങൾ ആരാധിച്ചിരുന്നതിനെ പിന്തുടരട്ടെ എന്ന്. മൻ കാന യഅബുദു ശൈഅൻ ഫല്യത്തബിഉഹു, വല്ലതും ആരാധിച്ചിരുന്നവർ താൻ ആരാധിച്ചതിനെ പിന്തുടരട്ടെ എന്ന് അവിടെ പറയപ്പെടും. അങ്ങനെ ഓരോരുത്തരും തങ്ങൾ ആരാധിച്ചതിനെ പിന്തുടരുന്ന അവസ്ഥ വരുമ്പോൾ ഫലാ യബ്ഖ അഹദുൻ കാന യഅബുദു ഗൈറല്ലാഹി സുബ്ഹാനഹു മിനൽ അസ്നാമി വൽ അൻസാബി ഇല്ലാ യതസാഖതൂന ഫിന്നാർ. അല്ലാഹുവെ കൂടാതെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്നവർ ശേഷിക്കുകയില്ല, അവർ നരകത്തിയിലേക്ക് കൊഴിഞ്ഞു വീഴാതെ എന്നാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ തിരുമൊഴി അറിയിക്കുന്നത് ഉപരിസൂചിത വചനങ്ങൾ, സൂറത്തുൽ ഖസസിലെയും കഹ്ഫിലെയും ഒക്കെ വചനങ്ങൾ അറിയിക്കുന്നത് വിചാരണയുടെ വേദിയിൽ തങ്ങളേൽക്കാൻ പോകുന്ന, തങ്ങൾ പതിക്കാൻ പോകുന്ന ശിക്ഷ കൺമുമ്പിൽ കാണും എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ വചനങ്ങളിൽ, നമ്മുടെ ഈ വചനത്തിൽ വറഔൽ അദാബ്, ഖസസിൽ വറഔൽ അദാബ്, സൂറത്തുൽ കഹ്ഫിൽ വറഅൽ മുജ്രിമൂന അന്നാർ, ഹദീസിൽ സുമ്മ യുഅ്താ ബി ജഹന്നം തുഅറദു കഅന്നഹാ സറാബ്, ഇങ്ങനെയൊക്കെ പറയപ്പെട്ടത്. അള്ളാഹു അവൻ്റെ ശിക്ഷയിൽ നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ.